5 പേര് ഇന്നലെ വീട്ടിൽ കയറി. ഇന്ന് നമ്മുടെ രമ്യ നമ്പീഷനൊക്കെ കയറുന്നുണ്ട്. അവരാണല്ലോ ഓണത്തിന്റെ പാട്ട് സെറ്റ് ചെയ്തത്. അപ്പം ഈ പറഞ്ഞ പോലെ 5 പേരും നെവിനും ഒഴിച്ച് ബാക്കി എല്ലാവരും നോമിനേഷൻ വന്നിട്ടുണ്ട്. കിടുക്കാച്ചി ബ്രില്യന്റ് ഗെയിമാണ് അത് ബിഗ് ബോസിന്റെ. കഴിഞ്ഞ ആഴ്ച നോമിനേഷൻ ഇട്ടതും ലാലേട്ടൻ ഡയറക്റ്റ് നോമിനേഷൻ ഇട്ടതും അതുപോലെ തന്നെ ഇപ്പോഴത്തെ നോമിനേഷനിലൊക്കെ കൂടി തൂക്കിയിട്ടിട്ട് നെഗറ്റീവ് ഗെയിം ആണെങ്കിലും പോസിറ്റീവ് ഗെയിം ആണെങ്കിലും അവിടെ കോണ്ടന്റ് തരുന്ന ആൾക്കാർ നിന്നാൽ മതി. അതിപ്പോ രണ്ടുപേരായാലും കുഴപ്പമില്ല എന്നുള്ളൊരു വൈബാന്ന് തോന്നുന്നു എനിക്ക് ബിഗ് ബോസിന്. ബാക്കി ഫേക്ക് ഗെയിം കളിക്കുന്നതും എന്താ പറയാ എല്ലാ രീതിയിലും എല്ലാവരെയും തൂക്കിയിട്ടുണ്ട്. ആ തൂക്കണതിന്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു ഇങ്ങനെ എല്ലാവരും നോമിനേഷനിൽ വരും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ 5 പേരെ കേട്ടിരിക്കുന്നത്. അപ്പൊ അതൊരു ബ്രില്യൻ ഗെയിമാണ്. വീക്ക് ആയിട്ടുള്ളവർ ഇവിടെ നിൽക്കണ്ട. ലൈക്ക് ആ ഒരു ഗെയിമിന്റെ ആ ഒരു കണ്ടന്റ് ലെവൽ, അല്ലെങ്കിൽ ലാലേട്ടൻ പറഞ്ഞ മാതിരി പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന് പറയുന്ന പോലെ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് കുറെ പേര് അപ്പാനി, ഷാനവാസ്, ശൈത്യൊക്കെ പറഞ്ഞ മാതിരി ഇങ്ങനെ വീക്കായി വരുന്നുണ്ട്. ഇപ്പൊ അപ്പാനിയുടെ ആണെങ്കിലും ആ ഒരു റോങ് ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് 9, 5, 7 ഒക്കെ എല്ലാവരും ഉണ്ട്. നെവിനും ഈ 5 പേരും മാത്രമേ ഇല്ലാത്തുള്ളൂ. ഇവർ ഈ 5 പേര് ഇന്നലെ കയറിയില്ലായിരുന്നു എന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ മൊത്തം വീട് ഫുള്ളായാണ്. അപ്പൊ ഇത്തവണത്തെ വളരെ നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്. അത് ബിഗ് ബോസിന്റെ നല്ല നല്ല അടിപൊളി ഗെയിം തന്നെയാണ്. ഈ സീസണിൽ എനിക്ക് തോന്നുന്നു അവിടെയുള്ള കണ്ടസ്റ്റൻസിനേക്കാളും കൂടുതൽ നന്നായിട്ട് ഗെയിം സ്ട്രാറ്റജി എടുക്കുന്ന ക്രിയേറ്റേഴ്സും ബിഗ് ബോസ് ആണ്. കാരണം ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇരിക്കല്ല വേണ്ടത്. കാരണം ബിഗ് ബോസ് ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മേലെ ചിന്തിച്ചിട്ട് ഉള്ള സ്ട്രാറ്റജി നമ്മൾ എടുക്കണം. ആ ഒരു സ്ട്രാറ്റജി നിലവിൽ എടുക്കുന്നത് അനീഷ് മാത്രമേ ഉള്ളൂ. ബാക്കി ആരും ആ ഒരു വൈബിലോട്ട് എത്തിയിട്ടില്ല. ഓക്കെ, അപ്പോ എല്ലാവരും കൂടിയാണ് ഇത്തവണത്തെ നോമിനേഷനിൽ വന്നിരിക്കുന്നത്, 5 പേരും നെവിനും ഒഴിച്ചിട്ട്. ഇതിൽ ആരൊക്കെ പോണം? അപ്പാനി പോണോ, ഷാനവാസ് പോണോ, ശൈത്യ പോണോ, അക്ബർ പോണോ, അനു പോണോ, ഗിസേല് പോണോ, ആര്യൻ പോണോ, അനീഷ് പോണോ, ലൈക്ക് രേണു പോണോ, പിന്നെ ഉനീല് പോണോ, അല്ലെങ്കിൽ അഭിശ്രീ പോണോ? ഇതിൽ ആര് പോണം എന്നാണ് നിങ്ങളുടെ താല്പര്യം? എന്റെ ഓർമ്മയിൽ വന്ന ആൾക്കാരുടെ പേരൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ബിഗ് ബോസിന്റെ ഇത്തവണത്തെ നോമിനേഷൻ മറ്റേ ഇങ്ങനെ അടിച്ചു വരി തൂത്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി പ്രേക്ഷകരുടെ കയ്യിലാണ്. യുവർ പാർട്ട്. ഓക്കെ, അപ്പോ വൈസായിട്ട് തന്നെ വോട്ട് ചെയ്യുക.